സങ്കീർത്തനങ്ങൾ 25:12 യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവഭക്തനായ അബ്രഹാം തന്റെ ദേശവും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് ദൈവം കാണിച്ചു കൊടുക്കുന്ന ദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാതെ ഇരുന്നിട്ടും ദൈവത്തിലുള്ള ഭയനിമിത്തം അബ്രഹാം അനുസരിച്ചു. വഴിയിലുടനീളം കൃത്യമായി വഴി കാട്ടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും ഉറച്ചുവെന്ന ദൈവഭക്തനായ കൊർന്നല്യോസ് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം പത്രോസ് അപ്പോസ്തലനെ അവന്റെ അടുത്തേക്ക് അയക്കുന്നു. ശൗൽ രാജാവിന് പകരം പുതിയൊരു രാജാവിനെ തെരഞ്ഞെടുക്കണമെന്ന് ദൈവ ശൗമ്യനോട് പറയുന്നു. എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു പക്ഷേ മാനുഷ്യ നിലയിൽ ചിന്തിക്കാം. ദൈവം ഈശായുടെ വീട്ടിലേക്ക് നയിച്ചു. മനുഷ്യർ പുറമെയുള്ള രൂപം കണ്ട് തെരഞ്ഞെടുപ്പ് തെറ്റാൻ സാധ്യതയുണ്ടെങ്കിലും മനുഷ്യർ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത് എന്ന് ദൈവം ബോധ്യപ്പെടുത്തുന്നു. ഒടുവിൽ ആരും ശ്രദ്ധിക്കാതിരുന്ന ആടുകളെ മേയിച്ചിരുന്ന ദാവീദാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പെന്ന് വ്യക്തമാക്കി കൊടുത്തു. അവനെ അഭിഷേകം ചെയ്യുവാനിടയായി. നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവനെ നമുക്ക് ആശ്രയിക്കാം. സദൃശ്യവാക്യത്തിൽ പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ അവനിൽ പരമേൽപ്പിക്കാം. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എല്ലാം നന്മയാക്കി തീർക്കുന്ന ആ കർത്താവിനെ നമുക്ക് ഭയത്തോടെ സേവിക്കാം. ഏവരെയും ദൈവിക സമാധാനത്താൽ ദൈവം വഴി നടത്തട്ടെ. ആമേൻ.